ഉരുൾപൊട്ടലിൽ അമ്മയെയും 3 മക്കളെയും ജീവനോപാധിയായ ജീപ്പും നഷ്ടപ്പെട്ട ചൂരൽമലയിലെ അനീഷ് ദുരന്തത്തിൻ്റെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അനീഷിനെ ജീവിതത്തിലേക്ക് കൈപിടിക്കുകയാണ് ഡിവൈഎഫ്ഐ. നഷ്ടമായ ജീപ്പിന് പകരം മറ്റൊന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് കൈമാറി. ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് 1 മാസമാവുകയാണ്. ദുരന്തത്തിന്റെ ഓർമ്മകൾ മറികടക്കാനായിട്ടില്ല അനീഷിന്. പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു. കുഞ്ഞുങ്ങൾ, അമ്മ, വീട്, വീട്ടിലെ ഒരംഗമായിരുന്ന ജീപ്പ്. എല്ലാം നഷ്ടപ്പെട്ട ആ രാത്രിയിൽ നിന്ന് ഭാര്യയോടൊപ്പം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് അനീഷ് ഇന്ന്. അനീഷിനെ ജീവിതത്തിലേക്ക് കൈപിടിക്കുകയാണ് ഡിവൈഎഫ്ഐയും. സഹായങ്ങൾ തേടി പുതിയ ജീപ്പ് കണ്ടെത്തി അനീഷിന് ഇന്നവർ കൈമാറി. അനീഷ് ഉണ്ടായിട്ടുള്ള നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് ആ നഷ്ടം നികത്താൻ വേണ്ടി കഴിയാത്ത ഒന്നാണ്. പക്ഷെ എന്നാലും അനീഷിന്റെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് പോവാൻ അദ്ദേഹത്തിന്റെ ജീവനോപാധിയായിട്ടുള്ള ഈ ജീപ്പ് അനിവാര്യമാണ്. അദ്ദേഹം കുറേ കാലമായിട്ട് ഈ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളെ ചില കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന ജോലിയാണ് എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ ജീപ്പായിരുന്നു. അതുകൊണ്ട് അതും കൂടി നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം അത് തൽക്കാലത്തേക്ക് നമുക്കത് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ബാക്കി അവരിപ്പം ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചികിത്സയിലാണ്. അപ്പം ചികിത്സാ കാര്യങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ കൂടി ഞങ്ങൾ നൽകും. എല്ലാവരും ഒപ്പം നിൽക്കുന്നത് കരുത്താക്കുകയാണ് അനീഷ്. ജീവിതത്തിലേക്ക് മെല്ലെ തിരിച്ചു നടക്കുമ്പോൾ ആശ്വാസം പകരുന്നവരോട് സ്നേഹം പങ്കുവെക്കുന്നു പതിഞ്ഞ വാക്കുകളാൽ അയാൾ. വിവരങ്ങൾ അന്വേഷിക്കുകയും എനിക്ക് വേണ്ടത് ചെയ്തു തരികയും എപ്പോഴും കൂടെ ഉണ്ട് എന്ന് വാക്കുകൾ മാത്രമല്ല, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ജീപ്പ് എനിക്ക് ചെയ്തു തരാം. ആരോടും പറയണ്ട. നമ്മളിത് ചാനലിന് വേണ്ടിയിട്ടല്ല, അനീഷ് മുന്നോട്ട് വരണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും അനീഷ്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും അതിലൊരാളാണ് ഞാനും. എനിക്കത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എത്ര ദിവസമായി എന്ന് എനിക്കറിയില്ല, അതിനുള്ളിൽ എനിക്കിത് ചെയ്തു തന്നു. പിന്നെ അതേപോലെ ഞാൻ എന്തെടുക്കുമ്പോഴും എൻ്റെ കൂടെ സന്തോഷിക്കുന്ന എൻ്റെ കുട്ടികളും അമ്മയൊക്കെയാണ്. ഇന്നവരില്ല. ആ ഒരു ദുഃഖം ഒഴിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡിവൈഎഫ്ഐൻ്റെ ഒരു ഇതിൽ സന്തോഷമാണ്. അതിജീവനത്തിന്റെ നിർണായകമായ ആദ്യഘട്ടം സ്നേഹസ്പർശങ്ങളുടെ, സഹായഹസ്തങ്ങളുടെ പിന്തുണയോടെ ഈ നാട് ഇങ്ങനെയെല്ലാം പിന്നിടുകയാണ്. കൈരളി ന്യൂസ്, വയനാട്.